അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനും മഹാനായ താഹിർ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹസൻ ഹൈദലി തങ്ങൾ അവറുകളെ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, പ്രഗത്ഭ പണ്ഡിതൻ, ഉജ്ജ്വല പ്രഭാഷകൻ സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളെ, ഈ സമാപന ചടങ്ങിൽ നിങ്ങളേവരും വളരെ നേരമായി കാത്തു നിൽക്കുന്ന ഇന്നത്തെ സമാപന പ്രഭാഷകൻ, നമ്മുടെയൊക്കെ ആദരണീയ വ്യക്തിത്വം മഹാനായ പേരോട് ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാലി ഉസ്താദ് അടക്കമുള്ള സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെയും സമ്പന്നമായ സാന്നിധ്യം കൊണ്ട് മഹാനായ താഹിർ തങ്ങൾ അവറുകളുടെ 18ാമത് ഉറൂസിന് സമാപ്തി കുറിക്കുന്ന സമാപന സംഗമത്തിലാണ് നമ്മളേവരും ഒരുമിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗം മുതൽ അധ്യക്ഷ ഭാഷണത്തിലും ബഹുമാന്യനായ സി മുഹമ്മദ് ഫൈസി ഉസ്താദിൻ്റെ വളരെ മനോഹരമായ ഉദ്ഘാടന ഭാഷണത്തിലും മുഹിമാത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണത്തിൻ്റെ ചരിതവും മഹാനായ താഹിർ തങ്ങൾ അവറുകളുടെ ജീവിത പ്രയാണത്തിൻ്റെ ഏടുകളും നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പ്രതിപാദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശമെന്ന് നമുക്കറിയാം. നമ്മൾ എഴുതുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഭാഷകളുടെ മണ്ണ് എന്നാണ് നമ്മുടെ മണ്ണിനെ വിശേഷിപ്പിക്കാറുള്ളത്. വിദ്യാഭ്യാസപരമായി ഇപ്പോഴും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് മഞ്ചേശ്വരമെന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ താഹിർ തങ്ങൾ അവറുകൾ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ, മഹാനായ തങ്ങളുടെ വരവിന് മുമ്പും നമ്മുടെ പൂർവികർ നമുക്ക് സയ്യിദന്മാരെന്ന് പറയുമ്പോൾ അവരെ ചേർത്ത് നിർത്തി, അവരെ സ്വീകരിച്ച് തിരിച്ചവരുടെ നാട്ടിലേക്ക് അയക്കാത്ത രീതിയിൽ ഈ നാട്ടിൽ തന്നെ സ്നേഹപൂർവ്വം അവരെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന വലിയ ഒരു പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടെ മണ്ണെന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കാലത്ത് ലക്ഷദ്വീപിൽ നിന്നാണ് തങ്ങന്മാർ നമ്മുടെ നാട്ടിലേക്ക് വരാറുള്ളത്. അവർ വരുമ്പോൾ നമ്മുടെ ഉപ്പാപ്പാമാർ നമുക്ക് കൈമുത്താൻ പറയും. അവരിൽ നിന്ന് ബർക്കത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു തരും. നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു പ്രദേശമായിരിക്കാം. യാത്രക്ക് സമയം നമ്മൾ ചോദിക്കുന്ന തങ്ങന്മാരോടാണ്. നമ്മുടെ വിവാഹ നിശ്ചയം നടത്തുന്ന തങ്ങന്മാരോടാണ്. അത്രമാത്രം തങ്ങന്മാരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു തലമുറ നമുക്ക് കൈമാറ്റം ചെയ്ത ഒരു വലിയ അനുഗ്രഹം പുതിയ കാലത്ത് നമ്മളൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യുത്തര കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സയ്യിദ് കുടുംബമാണ് മഹാനായ കുമ്പോൾ തറവാട്. ആ തങ്ങന്മാരും മറ്റ് സയ്യിദന്മാരൊക്കെ ഈ പ്രദേശത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ എല്ലാ രീതിയിലും അവരുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന രീതിയിൽ നമ്മൾ അറിയുന്ന കാര്യമാണ്. മഹാനായ താഹിർ തങ്ങൾ അവറുകൾ വളരെ എൻ്റെ ബാല്യകാല ഓർമ്മയിൽ പെരുന്നാൾ വരുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ആ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് സിയാറത്തിന് പോകുന്ന ഒരു വലിയ ഹോബി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സിയാറത്തിന് വേണ്ടി രാവിലെ പുറപ്പെടുമ്പോൾ മഞ്ചേശ്വരത്ത് നിന്ന് 8 മണിക്കുള്ള ഒരു ട്രെയിൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. അന്ന് പ്ലാനില്ലാതെ ആ യാത്രയിൽ ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആരോ പറഞ്ഞു, താഹിർ തങ്ങൾ അവറുകൾ ട്രെയിനിലുണ്ടെന്ന്. ഞാനും എൻ്റെ കടമ്പാറിലെ പ്രദേശത്ത് എൻ്റെ കൂട്ടുകാരും മഹാനായ തങ്ങളുടെ മുമ്പിൽ അതോടുകൂടിയിരുന്ന് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം തങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. തങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി ഒരു ഗൈഡ് പോലെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി തന്നു. CM മക്കാമിൽ പോയി, പുത്തൻപള്ളി പോയി, വെളിയങ്കോട് പോയി, അങ്ങനെ ഒരു വലിയ ജീവിതത്തിൽ എപ്പോഴും എന്ന് മറക്കാതെ ഓർക്കുന്ന തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം. പിന്നീട് ജീവിതത്തിൽ എപ്പോഴും ഈ പ്രദേശത്തുകാരനായ എൻ്റെ പാർട്ടിയിൽ ദീർഘകാലം നേത്രനിരയിലുണ്ടായി മരിച്ചുപോയ MMK ഉറുമി ബോംബെയിലെ ഒരു പ്രശസ്തനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ ഏത് സമയത്ത് കണ്ടുമുട്ടിയാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണം അദ്ദേഹം ഈ നാട്ടുകാരനാണ്. മഹാനായ താഹിർ തങ്ങളുടെ ജീവിത വിശുദ്ധിയും സൂക്ഷ്മതയും ഞങ്ങൾക്കൊക്കെ അത്ഭുതത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. പലപ്പോഴും താഹിർ തങ്ങളെ ഓർമ്മിക്കുമ്പോൾ ഏത് തലമുറയും നമ്മുടെ മുന്നിൽ പറഞ്ഞു തരാറുള്ളത്
തങ്ങളുടെ ജീവിതത്തിലെ ജീവിത വിശുദ്ധിയാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ ജീവിത കാലയളവിൽ തങ്ങളുടെ തണലും തലോടലും ഏറ്റുവാങ്ങലൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നില്ല. ഒരു ഭാഗ്യമെന്ന് പറയുന്നത് മഹാനായ തങ്ങളുടെ മക്കൾ സയ്യിദന്മാർ, അവരുടെ തണലും തലോടലും ജീവിതത്തിൽ ഏറ്റുവാങ്ങാനും അത് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ള സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, മഹാനായ താഹിർ തങ്ങളുടെ ഓർമ്മകൾ അലതല്ലുന്ന മുഹിമാത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനം കേവലം മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് അത്യുത്തര കേരളത്തിൻ്റെ ചരിത്രം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമല്ല. മുഹിമാത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ കാലത്ത് അതിർത്തിയിൽ ഒരുപക്ഷെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് കർണാടക സർക്കാർ അതിർത്തി അടച്ച് ചികിത്സ നിഷേധിച്ചപ്പോൾ 22 പേര് മരിച്ചു പോകുമ്പോൾ ആ അതിർത്തിയിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സജീവമായി നിന്ന ഓർമ്മകളിൽ അന്ന് മഞ്ചേശ്വരത്തിൻ്റെ ജാതിയും മതവും നോക്കാതെ പ്രയാസപ്പെട്ട് കോവിഡ് ബാധിച്ച് ആരും അടുപ്പിക്കാൻ പോലും മടിച്ചു നിന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയെന്ന് പറയാം, മുഹിമാത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ് ജാതിയും മതവും നോക്കാതെ കോവിഡ് ബാധിച്ച ആളുകളെ ചേർത്ത് നിർത്തി ബെഡ് നൽകി സ്വീകരിച്ച ഓർമ്മ ഞങ്ങൾ പലപ്പോഴും അയവിറക്കാറുണ്ട്, അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഇപ്പോഴും സേഫ് ഹോം എന്ന് പറയുന്ന വളരെ മനോഹരമായ തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർക്ക് അഭയം നൽകി ഈ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച നമ്മുടെ സ്ഥാപനമാണ്. നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പുതിയ കാൽവെപ്പ്, പുതിയ പ്രതീക്ഷ പകരുന്നൊരു വലിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് അത്യുത്തര കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ദാരിദ്ര്യത്തിൻ്റെ ഭൂപടത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചരിതം സൃഷ്ടിച്ച് മുന്നേറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് അഭിമാനത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ MLA ആയി എല്ലാ പരിപാടികളിലും ചെറിയ പരിപാടിയിലാണെങ്കിലും പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രയാണത്തിലടക്കം നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സ്ഥാപനമാണ് മുഹിമാത്തും മുഹിമാത്തിലെ ഓരോ സാരഥികളും. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, കേരളത്തിൻ്റെ അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായി അസംബ്ലിയുടെ രേഖ ഒരു വിദ്യാർത്ഥി പരിശോധിച്ചാൽ കേരളത്തിൻ്റെ അസംബ്ലിയിൽ ആദ്യമായി മുഹിമാത്തിൻ്റെ നാമം പ്രസംഗത്തിൽ പറയാൻ സാധിച്ച എൻ്റെ അനുഭവം ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അള്ളാഹു ഈ ഒത്തുചേരൽ ഹബൂലാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുഹിമാത്തിൻ്റെ ഓരോ പ്രയാണ പദത്തിലും MLA എന്ന നിലക്കല്ല, ഈ സ്ഥാപനത്തിൻ്റെ ഒരാളെന്ന നിലയ്ക്ക്, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എപ്പോഴും എന്നും കൂടെ നിന്നിട്ടുണ്ട്. ഇനിയും ആ പ്രയാണപഥത്തിൽ കൂടെയുണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.